ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കുടുംബാമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. നമ്മുടെയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അടുത്തുള്ള അമ്പലമാണ് പാർത്ഥസാരഥി ക്ഷേത്രം, മുതുപില്ലാക്കാട് എന്ന് പറയും. അപ്പോൾ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. അപ്പം ഉത്സവത്തിൻ്റേതനുബന്ധിച്ച് നമുക്ക് പറയൊക്കെ ഉണ്ട്. അപ്പം യാമിക്ക് എക്സാം ആയതിനാൽ നമുക്ക് അവിടെ പോയി പറയിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വരുമല്ലോ പറ. അപ്പം എല്ലാ വർഷവും വീട്ടിൽ കൊണ്ടുപോയാണ് ഇടുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അവൾ സ്കൂളിൽ ചേർന്നുകൊണ്ട് അവൾക്ക് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവളെ അമ്പലത്തിൽ കൊണ്ടുപോയി. രാവിലെ പറ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയി പറയിടുകയാണ്. അപ്പം ഒരുപാട് രീതിയിലുള്ള പറകളുണ്ട് അവിടെ. ശർക്കര പറയുണ്ട്, നമ്മുടെ മഞ്ചാടി പറയുണ്ട്, നെൽപ്പറയുണ്ട്, അങ്ങനെ 3-4 അവിൽ പറയുണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റത്തിലുള്ള പറയുണ്ട്. അപ്പോൾ യാമുട്ടൻ അവിൽ പറയാണ് നമ്മൾ രസീത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിൽ പറ ഇടാനായിട്ട് യാമുട്ടൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പേര് വിളിച്ചു. അങ്ങനെ പപ്പ അവളെ കൊണ്ട് പറയിടിക്കുകയാണ്. അങ്ങനെ പറയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ വാരി ഇടുന്നുണ്ട് കേട്ടോ. കാര്യം അവൾ എല്ലാ വർഷവും ഇടുന്നതാണ്. പക്ഷെ അമ്പലത്തിൽ വന്ന് എനിക്കൊന്നും ആദ്യമായിട്ടാണ് പറയിടുന്നതെന്ന്. കാര്യം എല്ലാ വർഷവും വീട്ടിലാണ് ഇടുന്നത്. അങ്ങനെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി തിരുമേനിക്ക് ക്യാഷൊക്കെ കൊടുത്ത്, അങ്ങനെ നാളെ ഉത്സവം ആയതുകൊണ്ട് അവിടെ കുതിരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ഇത് കൊള്ളാമല്ലോ, ഞാൻ പൊക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കുന്നുണ്ട്. ആ കുഞ്ചലമൊക്കെ പിടിച്ച് കുലുക്കുന്നുണ്ട്. എനിക്ക് പേടിയായിരുന്നു കേട്ടോ. അതങ്ങാണം വലിച്ചു പൊട്ടിച്ചിട്ടാൽ തീർന്നില്ലേ. ഞാൻ ഇങ്ങോട്ട് വാ യാമി എന്ന് പറയുന്നുണ്ട്. അവൾ അന്നേരം അങ്ങോട്ടങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ കുഞ്ഞമ്മയുടെ മോനും ഉണ്ടായിരുന്നു. അവരും കൂടി ഞങ്ങൾ അമ്പലത്തിൽ വന്ന് പറയിടുന്നെന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവനെ വിളിക്കുന്നുണ്ട് ഇവള്, വാട മോങ്കുട്ടാന്ന്. എവിടുന്ന് അവൻ അങ്ങനെ വലിയ കുർത്തക്കേടൊന്നും ഉള്ള ഒരു ടൈപ്പൊന്നും അല്ല കേട്ടോ. യാമിക്കാണല്ലോ കുർത്തക്കേട്. യാമിയുടെ കുർത്തക്കേട് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അവിടെ മൊത്തം യാമിക്ക് എങ്ങനെയും അമ്പലത്തിൽ കിടന്ന് കറങ്ങി തൊഴുത് എല്ലാം കഴിഞ്ഞൊന്ന് ഇറങ്ങിയാൽ മതി. കാര്യം എന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ട് വേണം, അവിടെ വെളിയിലൊക്കെ കളിപ്പാട്ടക്കാരുണ്ട്, അതൊക്കെ തപ്പണമല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെ വിളിച്ചങ്ങനെ മോങ്കുട്ടൻ ഓടി അവളുടെ അടുത്ത് ചെന്നായിരുന്നു കേട്ടോ. ഇതുണ്ട്, അതാണ് നമ്മുടെ മോങ്കുട്ടനും കുഞ്ഞമ്മയും. അങ്ങനെ 2-3 പേരൂടെ മോങ്കുട്ടൻ അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വാടാന്ന് വിളിക്കുകയാണ് കേട്ടോ. അവരുടെ അമ്മ വിളിച്ചിട്ടും അവൻ പോകുന്നില്ല. അവളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ 2 പേരൂടെ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞിട്ട് 2 പേരൂടെ അവിടെ മാറി നിന്ന് അങ്ങനെ 2 പേരുടെ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ യാമുട്ടൻ വന്ന് ഫസ്റ്റ് നിന്ന് കേട്ടോ ഫോട്ടോ എടുക്കാൻ. അങ്ങനെ 2 പേരെയും കൂടെ നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് അന്നേരം ഉണ്ട് ദേ ഇവിടെ നമ്മൾ പണിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുതിരയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഉടനെ അവൻ ചോദിക്കുക, ഇതെന്ത് തലയില്ലാത്ത ഒട്ടകമെന്ന്. അവൻ വിചാരിച്ചത് തലയില്ലാത്ത ഒട്ടകമാണെന്ന്. അങ്ങനെ യാമി പറയുന്നുണ്ട്, എടാ പൊട്ട, അത് ഒട്ടകമല്ല കുതിരയാ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ കറങ്ങി നടന്ന് തൊഴുതു. നമുക്ക് അവിലൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ അവിലൊക്കെ വാങ്ങിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ യാമിയുടെ മുഖം വളിച്ച മുഖമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വരുന്നില്ല, ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ ഉത്സവമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.